നമസ്കാരം. ദക്ഷിണേന്ത്യ പിടിക്കാൻ നരേന്ദ്രമോദിക്കും ആഗ്രഹം. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ തെക്കേ അറ്റത്ത് സുരക്ഷിത മണ്ഡലം തേടി പ്രധാനമന്ത്രിയും. BJP തരംഗമുണ്ടാക്കാൻ മോദിക്കായി പാർട്ടി കാണുന്നത് ബംഗളൂരു സൗത്ത് മണ്ഡലമാണ്. അനന്തകുമാറിന്റെ മരണമുണ്ടാക്കിയ സഹതാപം മുതലെടുക്കാൻ ഉറച്ചാണ് കരുനീക്കം നടക്കുന്നത്. അതേസമയം ബംഗളൂരു സൗത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെയാണ് മോദി ക്യാമ്പിലും ദക്ഷിണേന്ത്യൻ ചർച്ച തുടങ്ങിയത്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് പുത്തനുണർവ് നൽകാനാണ് ഇത്. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്നാണ് സൂചനകൾ. ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് മോദിയും വാരണാസിക്ക് പുറമെ കർണാടകയിൽ മത്സരിക്കാൻ എത്തുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിക്ക് പുറമെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലാണ് നരേന്ദ്രമോദി മത്സരിച്ചേക്കുമെന്ന പുതിയ റിപ്പോർട്ടുകൾ. ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹത്തെ കർണാടകയിൽ മത്സരിപ്പിക്കാൻ BJP ആലോചിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി HN അനന്തകുമാർ മരിച്ചതോടെ ഒഴിവുവന്ന മണ്ഡലമാണിത്. BJPയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നാണിത്. കർണാടകത്തിൽ തരംഗമുണ്ടാക്കുകയാണ് മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിക്കൊപ്പം ഗുജറാത്തിലും മോദി മത്സരിച്ചിരുന്നു. UPയിൽ പരമാവധി സീറ്റ് നേടാൻ ഇതിലൂടെ BJPക്ക് സാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ കർണാടകയിൽ മോദി എത്തുന്നത്. 1991 മുതൽ BJP സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച മണ്ഡലമാണ് ബംഗളൂരു സൗത്ത്. പ്രൊഫസർ K വെങ്കിട്ടഗിരി ഗൌഡയിലൂടെയാണ് BJP ആദ്യം ബംഗളൂരു സൗത്ത് പിടിച്ചെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി HN അനന്തകുമാർ ബംഗളൂരു സൗത്തിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തി. മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരിക്കെ 2018 നവംബറിലാണ് അനന്തകുമാർ മരണപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തേജസ്വിനി അനന്തകുമാർ ബംഗളൂരു സൗത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന അഭ്യൂഹം. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബംഗളൂരു സൗത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമായത്. മോദി ബംഗളൂരു സൗത്തിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ബംഗളൂരു സൗത്ത് ഒഴിവാക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കർണാടകയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 20 സീറ്റുകളിൽ 18 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ബംഗളൂരു സൗത്ത്, ധാർവാഡ് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാതെ മാറ്റി നിർത്തിയത്. മോദി ബംഗളൂരു സൗത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയായി നിർത്താനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. നരേന്ദ്രമോദി 2014 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. വാരണാസിയിലും ഗുജറാത്തിലെ വഡോദരയിലും രണ്ടിടത്തും വിജയിച്ചു. വാരണാസി നിലനിർത്തി. കർണാടകയിലെ 28 മണ്ഡലങ്ങളിൽ 23ലെയും സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചുവെങ്കിലും ബംഗളൂരു സൗത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അന്തരിച്ച കേന്ദ്രമന്ത്രി HN അനന്തകുമാറിന്റെ മണ്ഡലമാണ് ബംഗളൂരു സൗത്ത്. ഇവിടെ പ്രചാരണം തുടങ്ങിയ അനന്തകുമാറിന്റെ ഭാര്യ തേജസ്വിനി മോദി വരികയാണെങ്കിൽ പിന്മാറുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.